ഹായ് ഓൾ, BA ഇക്കണോമിക്സ് കോഴ്സിലെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് മാക്രോ ഇക്കണോമിക്സ്. അതിലെ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് എന്ന ടോപ്പിക്കിൽ നിന്നും പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്: വാട്ട് ഈസ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്? എക്സ്പ്ലെയിൻ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. Say's law of market is the core of classical theory of employment. A famous French economist, Jean-Baptiste Say, enunciated the formal statement that supply creates its own demand. It implies that the supply of goods generates sufficient income to create demand for goods equal to its supply. Therefore, there is no possibility of overproduction and unemployment in the economy. തൊഴിലിനെക്കുറിച്ചുള്ള ക്ലാസിക്കൽ സിദ്ധാന്തത്തിൻ്റെ കാതലായ ഭാഗമാണ് JB-സേയുടെ കമ്പോള നിയമം. പ്രശസ്ത ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജീൻ ബാപ്റ്റിസ്റ്റ് സേയുടെ അഭിപ്രായത്തിൽ സപ്ലൈ അതിൻ്റെ തന്നെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മാർക്കറ്റിൽ എത്ര സപ്ലൈ ഉണ്ടോ അതിനനുസരിച്ചുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള വരുമാനം സപ്ലൈയിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് സപ്ലൈ എല്ലായ്പ്പോഴും ഏതിന് ഈക്വലായിരിക്കും? ഡിമാൻഡിന് ഈക്വലായിരിക്കും. അതുകൊണ്ട് ഇക്കോണമിയിൽ ഓവർ പ്രൊഡക്ഷനോ അൺഎംപ്ലോയ്മെൻറ്റോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ദി അസംഷൻസ് ഓഫ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. ഫസ്റ്റ് വൺ, ദർ ഈസ് എ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി. ഈ ലോ പോസിബിൾ ആവണമെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഇക്കോണമി ആയിരിക്കണം. നെക്സ്റ്റ്, ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇക്കോണമി ആയിരിക്കണം. അതായത് എല്ലാ റിസോഴ്സസും, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതെല്ലാം എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരു ഇക്കോണമി ആയിരിക്കണം. ദെൻ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം. നമ്മൾ ഓൾറെഡി പറഞ്ഞു സപ്ലൈ അതിൻ്റെ തന്നെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന്. അതിനാൽ ഇക്കണോമിക് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇക്കോണമിയിലാണ് നമുക്കിത് പോസിബിൾ ആവുക. ദെൻ ക്ലോസ്ഡ് ഇക്കോണമി. ഈ കമ്പോള നിയമം അപ്ലിക്കബിൾ ആവണമെങ്കിൽ ഇക്കോണമി ഒരു ക്ലോസ്ഡ് ഇക്കോണമി ആയിരിക്കണം. മണി ഈസ് ഇമ്മീഡിയറ്റ്ലി സ്പെൻഡ് ബൈ ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് കിട്ടുന്ന പണം വേറെ ഒന്നിനും മാറ്റി വയ്ക്കാതെ പെട്ടെന്ന് ചെലവഴിക്കപ്പെടുന്ന ഒരു ഇക്കോണമി ആയിരിക്കണം. ദെൻ സേവിങ്സ് ഓൾവേസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. എത്ര സേവ് ചെയ്തുവോ ആ സേവ് ചെയ്ത എമൗണ്ട് ഓട്ടോമാറ്റിക്കായി ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇക്കോണമിയിലാണ് ഈ നിയമം പോസിബിൾ ആവുക. ദെൻ സൈസ് ഓഫ് മാർക്കറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. മാർക്കറ്റിൻ്റെ സൈസ് ഉൽപ്പാദനത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉൽപ്പാദനത്തിൻ്റെ അളവ് കൂടുമ്പോൾ സൈസ് ഓഫ് മാർക്കറ്റ് കൂടും. അതുപോലെ തന്നെ ഉൽപ്പാദനത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ സൈസ് ഓഫ് മാർക്കറ്റ് കുറയും. ദീസ് ആർ ദ വേരിയസ് അസംഷൻസ് ഓഫ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് സെയ്സ് ലോ? ഫസ്റ്റ് വൺ, ഓട്ടോമാറ്റിക് അറ്റൈൻമെൻറ്റ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഇൻ ദി ലോങ് റൺ the economy will automatically tend towards full employment when the demand and supply of goods become equal. ലോങ് റണ്ണിൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്നതുകൊണ്ട് ഇക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് നീങ്ങുന്നു എന്നാണ് JB-സെ പറയുന്നത്. നെക്സ്റ്റ് വൺ, സെൽഫ് അഡ്ജസ്റ്റിംഗ് മെക്കാനിസം. ദർ ഈസ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റ് വെൻ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ അതിൻ്റെ തന്നെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും ഓട്ടോമാറ്റിക്കായി അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ദർ ഈസ് നോ ഡെഫിഷ്യൻസി ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. സിൻസ് സപ്ലൈ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, ദർ ഈസ് നോ പോസിബിലിറ്റി ഓഫ് ഡെഫിഷ്യൻസി ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. സപ്ലൈ സ്വയം അതിൻ്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇക്കോണമിയിലെ മൊത്തം ഡിമാൻഡിൻ്റെ കുറവുണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് എക്സസ് സപ്ലൈയും ഉണ്ടാവുന്നതല്ല. നെക്സ്റ്റ് വൺ, മണി ഹാസ് ഓൺലി എ പാസീവ് റോൾ.
Supply creates its own demand in real terms. Thus, the role of money is neutral. JBCയുടെ അഭിപ്രായത്തിൽ സപ്ലൈ അതിൻ്റെ തന്നെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് പണത്തിന് നിഷ്പക്ഷമായ ഒരു പങ്കാണ് ഇക്കോണമിയിലുള്ളത്. നെക്സ്റ്റ് വൺ, പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. This law based on full employment in the economy. So, proper utilization of idle resources are ensured, which will further help to produce more and also more income. JBCയുടെ ഈ നിയമം ഫുൾ എംപ്ലോയ്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ട് ഐഡിൽ റിസോഴ്സസ് പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യുന്നു. അതിനാൽ ഉൽപ്പാദനം കൂടാനും ജനങ്ങളുടെ വരുമാനം കൂടാനും ഒക്കെ ഈ ഒരു പ്രോപ്പർ യൂട്ടിലൈസേഷനിലൂടെ സാധ്യമാവുന്നു. ദീസ് ആർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്. നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്, എക്സ്പ്ലെയിൻ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അത് ആൻസർ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.